ഗൈസ് യെസ് ടെൽ മീ ആസ്ക് മീ. ഞാൻ ഒരു കല്യാണം കഴിച്ചിട്ട് വരാം ഗൈസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചെക്കനില്ല. ചെക്കനില്ല. അതെ ചെക്കനില്ല. പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ മോളെ കല്യാണം കഴിക്കാൻ? എങ്ങനെ ഇരിക്കണം? ഇങ്ങനെയാണ് ഹെൽമെറ്റ് ഉണക്കുന്നത്. പ്രേമ ചെക്കൻ ശാസ്ത്രജ്ഞനാ തോന്നുന്നു. ഹെൽമെറ്റ് ഉണക്കുന്നത്. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. മണ്ണില്ല, ഒട്ടുമില്ല, ഒട്ടുമില്ലല്ലോ മണ്ണ് ദേഹത്ത്. ഇല്ലടി, ഒട്ടുമില്ല. എന്നാ ഇപ്പൊ ശരിയായി തരാ. ആ എന്നാ ഇച്ചിരി ആക്കിയേക്കാം. വെരി ഗുഡ്. എങ്ങനെ ഇരിക്കണം? വെരി ഗുഡ്. നിന്നെയൊക്കെ തീറ്റി പൂച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ഇതെന്താ നോക്കട്ടെ, കയ്യിലെന്താ? മഞ്ചാടിക്കുരു. ഇത് ചോരല്ലേ? ഇത് ചോരല്ല, മഞ്ചാടിക്കുരു. മഞ്ചാടിക്കുടിയാ? പൊട്ട. ഒന്നും അറിയില്ല. മരുന്ന് മിഠായിന്ന് പറഞ്ഞു വന്നിരിക്കാം. പോങ്ങൻ നോക്കണ്ട ഇയാളാ. മഞ്ചാടിക്കുടിയാ? പൊട്ട. ചമ്മി പൊട്ട. അത് മഞ്ചാടിക്കുരുവാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഈ വീട്ടിൽ 2 കുട്ടികളുണ്ട്. ഒന്നതാവാ. സസ്പെൻഷൻ പോരാ, തല്ലിപ്പൊളി വണ്ടിയാണ്. ഒന്നതാ. ഹെവി സ്പോർട്ടി ആൻഡ് റൈഡ് ഇൻ പൊസിഷൻ ആണ്. സൂപ്പർ പെർഫോമൻസ് ആണ്. ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്റെ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ പഠിച്ചോണ്ട് വരായിരുന്നു. അയാളോട് വെറുതെ ഇരിക്കായിരുന്നു. പോയിന്റ്. ഗുരുവിനെ പോലെ അത്ര എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. ദയവായി എനിക്ക് അല്പം സമയം തരൂ. അമ്മയാണെങ്കിൽ ഉച്ചയ്ക്ക് മുട്ട പൊരിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് അങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് ഞാൻ വിടുള്ള വന്നി. ഒരു രുചിയും ഒന്നുമില്ല. അമ്മ ഉണ്ടാക്കുന്ന രുചിയൊന്നും ഇല്ലാതെ തിന്നിട്ടാ ഇത്രയും വളർന്നത്. ഞാൻ ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. ചൂട് തവയിരിക്കുന്ന മോദിക്കാൻ പിടിപ്പിക്കും കേട്ടോ. പേടിക്കണ്ട. ഇങ്ങോട്ട് വന്നേ നീ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ? ഈ ഒരെണ്ണം കൊടുക്കട്ടെ. ഇവൻ നമ്മൾ നാളെ കെടുത്തുന്നോണ കേട്ടാ. ഇവനെ കൊന്നാലാ? എന്റെ ജയ്സ ഹോ മതിയായി. കുണ്ടികളെല്ലാം പോച്ച്. ഇതെന്താ പറക്കണ? ജെട്ടി മാറിയിട്ട് സൂപ്പർമാന്റെ ജെട്ടി ഇട്ട.
സാർ മുകളിലത്തെ പണി തീർന്നോ സാർ? താഴത്തെ പണിയും തീർന്നു. ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്.